എല്ലാവർക്കും നമസ്തേ. ഇന്നലെ മാധ്യമങ്ങളിലൂടെ നമ്മളുടെ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയുടെ ഒരു പ്രസ്താവന എന്ന് പറയൊക്കത്തില്ല, ഗവർണറോടുള്ള ഒരു ആവശ്യം നമ്മളെല്ലാം കണ്ടതാണ്. അതിനകത്തിൽ അദ്ദേഹം ഗവർണറോട് ആവശ്യപ്പെടുന്നത് ഇങ്ങനെയാണ്: 2 നാൾ മുമ്പ് രാജ്ഭവനിൽ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വോളണ്ടിയേഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ദാന ചടങ്ങുകളിൽ അദ്ദേഹം കുട്ടികളോട് ഒരു ഉപദേശം നൽകിയിരുന്നു. നമ്മളെല്ലാവരും, കുട്ടികളിൽ എല്ലാവരും നമ്മുടെ ഈ മാതൃരാജ്യത്തെ, ഭാരതത്തെ അമ്മയായി കരുതി ആ ഭാരതാംബയെ നമ്മൾ പൂജിക്കണം, ആരാധിക്കണം, സ്നേഹിക്കണം എന്ന്. ആ പ്രസ്താവന ഗവർണർ പിൻവലിക്കണം എന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിലിരുന്നു കൊണ്ട് ഗവർണറോട് ആവശ്യപ്പെട്ടത്. അത് വളരെയേറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു ആവശ്യം തന്നെയാണ് എന്നുള്ളതിൽ തർക്കമില്ല. കാരണം അദ്ദേഹം കുട്ടികളോട് ഉപദേശിച്ചത് നമ്മൾ നമ്മുടെ ഭാരതത്തെ അമ്മയായിട്ട് കരുതി സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞത്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിൽ ദേശസ്നേഹം വളർത്തി ഈ രാജ്യമാണ് നമുക്ക് ഏറ്റവും പ്രധാനം എന്നുള്ള ഒരു വികാരം ചെറിയ കുട്ടികളിലെ തന്നെ വളർത്തിക്കൊണ്ടുവരണം എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ലോകത്ത് ഏതൊരു മനുഷ്യനല്ല, ഏതൊരു ജീവജാലമാണെങ്കിലും, അത് മൃഗങ്ങളാകട്ടെ, അവർക്ക് ഏറ്റവും കൂടുതൽ അവരെ സ്നേഹിക്കുന്നതും ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് അമ്മമാരോടാണ്, മാതാവിനോടാണ്. ആ ഒരു സ്നേഹം കഴിഞ്ഞ് മാത്രമേ മറ്റേതൊരു കാര്യത്തിനോടും ഒരു ജീവിക്ക്, ഒരു മൃഗത്തിനായാൽ പോലും ഉള്ളൂ എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. അപ്പൊ അതേ രീതിയിൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ മാതൃരാജ്യത്തിനോടായിരിക്കണം ആദ്യത്തെ സ്നേഹം ഉണ്ടാകേണ്ടത്. അതാണ് നമ്മുടെ കുട്ടികളിൽ എടുക്കേണ്ടത് എന്ന് ഒരു ഉപദേശമാണ് ഗവർണർ കുട്ടികൾക്ക് നൽകിയത്. ആ ഒരു ഉപദേശം പിൻവലിക്കണം എന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. ഇത് വലിയ ആശങ്കാജനകമാണെന്ന് ഞാൻ പറയാൻ കാരണം, നമ്മുടെ രാജ്യത്ത് കുറെ കാലമായി നമ്മളുടെ ജനങ്ങളിൽ ദേശസ്നേഹം, ദേശീയത കുറഞ്ഞു വന്നിരുന്നത് നമ്മൾ കാണുന്നതാണ്. വളരെയേറെ ആളുകളിൽ നമ്മുടെ രാജ്യം എന്നുള്ള ഒരു ചിന്തയ്ക്ക് ഉപരിയായിട്ട് സ്വാർത്ഥ ചിന്തകൾ വളർന്നു വരാൻ തുടങ്ങിയതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് തന്നെ ഒരു വിഘാതമായി നിൽക്കുന്നത്. എൻ്റെ കാര്യം എന്നുള്ള ഒരു ചിന്തയിൽ പോയി കഴിയുമ്പോൾ നമ്മൾ രാജ്യതാൽപര്യം സ്വാഭാവികമായിട്ടും മറക്കും. അതിന് പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് ഈ അടുത്ത കാലത്തായിട്ട് കുറേയേറെ അറസ്റ്റുകൾ നമ്മൾ കണ്ടതാണ്. രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയ കുറേയേറെ ആൾക്കാരെ, ഏറ്റവും അവസാനം നമ്മൾ ഒരു ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. ഒരു ജ്യോതി മൽഹോത്ര എന്ന ഒരു യുവതി പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി നടത്തിയ സംഭവം. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, ജനങ്ങളിലുള്ള ദേശീയ ബോധം അല്ലെങ്കിൽ ദേശത്തോടുള്ള സ്നേഹം കുറയുന്നത് തന്നെയാണ് കാരണം. അവരുടെ ഉള്ളിലുള്ള ചിന്ത, എന്ത് ദേശവിരുദ്ധ പ്രവർത്തനം കാട്ടിയാലും എനിക്ക് ധനം സമ്പാദിക്കണം എന്നുള്ള ഒരു ചിന്ത വളർന്നു വരുമ്പോഴാണ്, ദേശീയബോധം കുറഞ്ഞ് ദേശത്തോടുള്ള സ്നേഹം കുറഞ്ഞ് ധനത്തോടുള്ള സ്നേഹം കൂടുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇത് മാറ്റിയെടുത്ത് ജനങ്ങളിൽ ദേശസ്നേഹം ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഈ കുട്ടികളോട്, വളർന്നു വരുന്ന കുട്ടികളോട്
ഈ ഈ ഉപദേശം നൽകിയത്. ഈ ഈ കുട്ടികളിൽ ഈ തന്നെ ദേശ സ്നേഹം വളർത്തിയെടുത്തുകൊണ്ടുവന്നാൽ വളരെയേറെ രാജ്യത്തിന് തന്നെ അത് വളരെ സമൂഹത്തിൽ തന്നെ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം നമ്മുടെ മക്കൾ നല്ല രീതിയിൽ അവരുടെ പ്രവർത്തനം മുന്നോട്ട് പോയാൽ അത് നമ്മൾക്ക് തന്നെ ഒരു മനസ്സിനൊരു സന്തോഷം, നമ്മളിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ചിന്തകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ഏറ്റവും സഹായകമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും, അതെ എൻ്റെ മകൻ അല്ലെ എൻ്റെ മകൾ, എൻ്റെ കുഞ്ഞ് ആ രീതിയിലാണ് സമൂഹത്തിന് ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു മാറ്റം, അവനെ അല്ലെ അവളെ സമൂഹം ഏത് രീതിയിലാണ് കാണുന്നത്, ഞാനും ആ രീതിയിൽ മാറണം എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയ തന്നെയാണ്. ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഗവർണർ പറഞ്ഞത്, കുട്ടികളോട് ഉപദേശിച്ചത്, നിങ്ങൾ ഭാരതത്തിനെ, നമ്മുടെ മാതൃരാജ്യമായ ഭാരതത്തിനെ അമ്മയായി കണ്ട് ആ ഭാരതാംബയെ നിങ്ങൾ ആരാധിക്കണം, പൂജിക്കണം, സ്നേഹിക്കണം എന്ന് പറഞ്ഞത്. അത് പാടില്ല, ആ പ്രസ്താവന പിൻവലിക്കണം എന്നാണ് മന്ത്രിയുടെ ആവശ്യം. അതൊരിക്കലും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാളിന് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ഈ രാജ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് തന്നെ ഭാരതീയൻ എന്നുള്ള ഒരു നിലനിൽപ്പ് തന്നെ ലോകത്തിനുണ്ടാവുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. ഈ രാജ്യത്ത് രാജ്യസ്നേഹം ആളുകൾക്ക് കുറയുകയും ഇവിടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരികയും ചെയ്താൽ ശത്രുരാജ്യങ്ങൾ അത് മുതലെടുക്കാൻ ശ്രമിക്കും. അപ്പോൾ നമ്മുടെ രാജ്യത്ത് കൂടുതൽ ജ്യോതി മൽഹോത്രമാർ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ എവിടെയാണ് നമ്മുടെ ഈ രാജ്യത്തിന് പ്രസക്തി ഉണ്ടാകുക? അങ്ങനെയുള്ളപ്പോൾ ഈ രാജ്യത്തിന് എങ്ങനെയാണ് ഒരു വികസനം ഉണ്ടാകുക? അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ മറ്റ് രാജ്യങ്ങൾ അംഗീകരിക്കുക, നമ്മുടെ നേട്ടങ്ങളെ, നമ്മുടെ ശക്തിയെ അംഗീകരിക്കുക? അപ്പോൾ മന്ത്രിയുടെ ഈ പ്രസ്താവന അദ്ദേഹമാണ് പിൻവലിക്കേണ്ടത്. കാരണം നമ്മുടെ കുട്ടികളോട് ദേശസ്നേഹം വളർത്തിയെടുക്കണം, ദേശത്തെ അമ്മയെപ്പോലെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ് അവരിൽ ദേശീയബോധം വളർത്താൻ ശ്രമിക്കുമ്പോൾ അത് തെറ്റാണെന്നും ആ പ്രസ്താവന പിൻവലിക്കണം എന്നും പറയുന്ന, ആ ഉപദേശം പിൻവലിക്കണം എന്നും പറയുന്ന ആ മന്ത്രിയുടെ ആ ആവശ്യമാണ് അദ്ദേഹം പിൻവലിക്കേണ്ടത്. കാരണം അദ്ദേഹം തന്നെ ഇപ്പോൾ മന്ത്രിയായിട്ടിരിക്കാൻ കാരണം എന്താണ്? ഇന്ത്യ എന്നുള്ള ഒരു രാജ്യം ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ടും ആ രാജ്യത്തെ ഈ ഭരണഘടന നിലനിൽക്കുന്നത് കൊണ്ടും മാത്രമാണ് അദ്ദേഹം ഇവിടെ ജനാധിപത്യത്തിലൂടെ ഈ മന്ത്രി എന്ന പദവിയിലെത്തിയത്. അതിൽ കൂടി അദ്ദേഹം ഒരുപാട് സൗകര്യങ്ങൾ അനുഭവിക്കുന്നുമുണ്ട്. ആ ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുത്തത് തന്നെ നമ്മുടെ ഭാരതം എന്നുള്ള രാജ്യം നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഈ ഭാരതം എന്ന രാജ്യം ഇതേ രീതിയിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും ദേശീയബോധം ഉണ്ടാകണം, ദേശസ്നേഹം ഉണ്ടാകണം. ആ രാജ്യത്തെ ജനങ്ങൾ സ്നേഹിക്കണം. എങ്കിൽ മാത്രമേ ആ രാജ്യത്തിനൊരു വികസനം ഉണ്ടാകൂ, ആ രാജ്യത്തിന് ശക്തി ഉണ്ടാകൂ. ഇവരെ പോലുള്ള രാഷ്ട്രീയക്കാർക്കും അവർക്കൊരു നിലനിൽപ്പുണ്ടാകും. ഈ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് സേവനമായിരുന്നു, ജനങ്ങളെ സേവിക്കുന്ന സമ്പ്രദായമായിരുന്നു ഈ രാഷ്ട്രീയത്തിലൂടെ അന്നത്തെ നേതാക്കൾ പുലർത്തി പോന്നിരുന്നത്. ഇപ്പോൾ അതും മാറി, ഇപ്പം അതൊരു തൊഴിലായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾക്കറിയാം, നമ്മുടെ ചുറ്റുപാടുമുള്ള പല രാഷ്ട്രീയ നേതാക്കന്മാരെ നോക്കുക, അവർക്ക് മറ്റൊരു വരുമാന മാർഗവുമില്ല. അവർക്ക് ഒരു ശമ്പളമായിട്ട് അവർ വേറൊരു ജോലിക്ക് പോകുന്നില്ല. അവർ രാഷ്ട്രീയം മാത്രമാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന അവരുടെ ഒരു പ്രവർത്തനം. പക്ഷെ ആ രാഷ്ട്രീയക്കാരുടെ ഈ വരുമാനമില്ലാത്ത, ഈ പ്രതിഫലം ലഭിക്കാത്ത ഈ രാഷ്ട്രീയക്കാരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കുക.
ലക്ഷങ്ങളുടെ വിലയുള്ള കാറുകളും ആഡംബര വീടുകളും ഉൾപ്പെടെ അവർക്ക് സ്വന്തമായിട്ടുള്ളത് എവിടെ നിന്നാണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ലക്ഷങ്ങൾ മാസശമ്പളം ലഭിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒരു സ്വകാര്യ മേഖലയിലെ ഉദ്യോഗസ്ഥനോ ജീവിക്കുന്നതിനേക്കാൾ വളരെ ആഡംബരമായിട്ടാണ് നമ്മുടെ നാട്ടിലെ ഒരു ജോലിയുമില്ലാത്ത രാഷ്ട്രീയക്കാർ ജീവിക്കുന്നത്. അപ്പം അതിന് പോലും സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് എന്താണ്? ഇവർക്ക് ഒരു ജോലിയുമില്ലാതെ ഇങ്ങനെ സുഖലോലുപതയിൽ ആഡംബരത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് എന്താണ്? നമ്മുടെ ഈ ഭാരതം എന്ന ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പാണ്. അതെങ്കിലും ഇവർ മനസ്സിലാക്കി തങ്ങളുടെ രാജ്യത്തെ ഈ സുഖലോലുപതയെല്ലാം തങ്ങൾക്ക് അനുഭവിക്കാൻ കാരണമായിരിക്കുന്നത് ഈ രാജ്യത്തെ പൗരൻ ആയതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഈ രാജ്യത്തെയാണ് ഞാൻ സ്നേഹിക്കേണ്ടത്. ആദ്യം സ്നേഹിക്കേണ്ടത് എൻ്റെ മാതൃരാജ്യത്തെയാണ്. അതിനെയാണ് ഞാൻ ആരാധിക്കേണ്ടത്. അതിനുശേഷം മാത്രമേ മറ്റുള്ളവരെ ഞാൻ ആരാധിക്കാവൂ ബഹുമാനിക്കാവൂ എന്നുള്ള ഒരു ചിന്ത കുട്ടികളിൽ കൂടി തന്നെയാണ് വളർത്തിയെടുക്കേണ്ടത്. അതിന് മുൻകൈ എടുക്കേണ്ട ആളാണ് ഈ നമ്മുടെ ഏതൊരു സംസ്ഥാനത്തെ അല്ലെ ഏതൊരു രാജ്യത്തെയും വിദ്യാഭ്യാസ മന്ത്രിയുടെ കടമ. അങ്ങനെ വരുമ്പോൾ മന്ത്രി ശിവൻകുട്ടിയുടെയും പ്രഥമ പരിഗണന അദ്ദേഹം മന്ത്രിയായിട്ടിരിക്കുന്ന ഈ രാജ്യത്തെ കുട്ടികളിൽ ചെറുപ്പം മുതൽ തന്നെ ആ കുട്ടികളിൽ ദേശസ്നേഹം വളർത്താനുള്ള, ദേശീയത വളർത്താനുള്ള, ദേശത്തോടുള്ള ആ ഒരു പ്രതിബദ്ധത വളർത്താനുള്ള നടപടികളും വാക്കുകളുമായിരിക്കണം ആദ്യം വെളിയിൽ വരേണ്ടത്. പക്ഷേ അത് മറന്നുകൊണ്ട് അന്ധമായ രാഷ്ട്രീയം വെച്ചു പുലർത്തിക്കൊണ്ടാണ് അദ്ദേഹം പല കാര്യങ്ങളും ചെയ്യുന്നത്. കാരണം അത് അദ്ദേഹത്തിൻ്റെ ആ വളർന്നു വന്ന ആ ഒരു രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് അദ്ദേഹത്തെ കൊണ്ട് അത് പറയിച്ചത് എന്ന് നമുക്ക് അറിയാം. എങ്കിലും ഈ ഒരു രാജ്യത്തിൻ്റെ ആ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രീയമായിട്ടുള്ള ചിന്തകൾ മാറ്റിവെച്ചിട്ട് പൊതുവായ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയ സംസ്കാരം പിന്തുടരുകയാണ് അദ്ദേഹം വേണ്ടത്. കമ്മ്യൂണിസ്റ്റുകൾക്ക് പ്രത്യേകിച്ചൊരു ദേശബോധം ഇല്ല എന്ന് നമുക്കറിയാം. കാരണം അവർ പറയുന്നത് തന്നെ സാർവദേശീയതയാണ്. അതായത് ഇന്ത്യയെന്നോ പാകിസ്ഥാനെന്നോ ചൈനയെന്നോ അമേരിക്കയെന്നോ അല്ലെ അറബ് രാജ്യങ്ങളെന്നോ ഒന്നുമുള്ള ഒരു വേർതിരിവില്ലാതെ സാർവദേശീയത എന്നുള്ള ഒരു സിദ്ധാന്തമാണ് അവർ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അത് തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. കമ്മ്യൂണിസം സാർവദേശീയത എന്ന് പറയുമ്പോൾ ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, ഉത്തര കൊറിയ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, നേരത്തെ ഉണ്ടായിരുന്ന സോവിയറ്റ് യൂണിയൻ, പോളണ്ട്, ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളായിരുന്നു. അവരാരെങ്കിലും അവരുടെ രാജ്യത്തിനെതിരായിട്ട് ഉള്ള ഈ ഒരു ദേശസ്നേഹം, ദേശീയബോധം വളർന്നു വരുന്നതിനെതിരായിട്ട് അവർ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇല്ല. അവരെല്ലാം ഇപ്പോൾ ചൈന തന്നെ കാണിക്കുന്നത് എന്താണ്? അവര് മറ്റ് രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ച് അവരുടെ രാജ്യമാക്കി അത് വികസിപ്പിക്കണം എന്നാണ് അവരുടെ ചിന്ത. അതേപോലെ തന്നെ ചൈനക്കാരൻ എന്നുള്ള ഒരു ബോധം ഇവർ വെട്ടിപ്പിടിച്ച രാജ്യങ്ങളിലും വളർത്തിയെടുക്കണം എന്നുള്ള രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ടിബറ്റ് ആണെങ്കിൽ തന്നെ നമ്മൾ അയച്ചു, നമ്മളോട് ചേർന്ന് നടക്കുന്ന ഒരു പ്രദേശമാണ് ടിബറ്റ്. അത് ചൈനയുടെ ഭാഗമായിരുന്നില്ല. അത് ടിബറ്റ് എന്ന് പറഞ്ഞ വേറൊരു സംസ്കാരം ഉണ്ടായിരുന്ന വേറൊരു രാജ്യമായിരുന്നു. അതാണ് ഇവര് കീഴടക്കി അവരുടെ രാജ്യത്തിന്റെ ഭാഗമാക്കിയത്. എന്നിട്ട് അവരവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ചൈനയുടെ മറ്റു ഭാഗങ്ങളിലുള്ള ആൾക്കാരെ അവിടെ കൊണ്ട് താമസിപ്പിച്ച് അവിടെ ചൈന എന്ന ദേശീയ ബോധം വളർത്തുന്ന നടപടികളാണ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തിരിക്കുന്നത്. ഉത്തര കൊറിയയിലാണെങ്കിലും എന്താണ് നടക്കുന്നത്? അവരുടെ രാജ്യത്തെ അവരുടെ
രാജ്യം എന്നുള്ള ഒരു ദേശീയബോധം വളർത്തിയെടുക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അയാൾ ഏകാധിപതിയാണ്, എതിർക്കുന്നവരെ ഒരു ദാക്ഷിണ്യമില്ലാതെ കൊന്നൊടുക്കുന്ന ഒരു ഭരണാധികാരിയാണ് ഉത്തര കൊറിയയിലുള്ളത്. അവരെല്ലാം അവരുടെ ജനങ്ങളിൽ ദേശീയബോധം വളർത്താൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ മാത്രമാണ് രാജ്യസ്നേഹം വളർന്നു വരുന്നതിനെതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാറ്റേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളാകട്ടെ കോൺഗ്രസ് ആകട്ടെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ആദ്യം വേണ്ടത് ദേശീയബോധമാണ്, ദേശത്തോടുള്ള സ്നേഹമാണ്, ദേശത്തോടുള്ള കൂറാണ്. അതിനുശേഷം മാത്രമേ ആകാവൂ സാർവദേശീയത എന്നുള്ള ഒരു ബോധവും മറ്റുള്ള ദേശങ്ങളോടുള്ള കൂറും കാണിക്കേണ്ടത്. അത് ഇനിയെങ്കിലും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അത് അവരുടെ അണികളിൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. ഭാരതം എന്ന ഒരു പ്രദേശം അല്ലെങ്കിൽ രാജ്യം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഭാരതീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഭാരതീയ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയൂ എന്നുള്ള ഒരു ബോധം ഈ നേതാക്കന്മാർക്കുണ്ടായിരിക്കണം. ആ ബോധം അവരുടെ അണികളിൽ വളർത്തിയെടുക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യണം എന്ന കാര്യമാണ് ഈ വി ശിവൻകുട്ടിയുടെ ഈ ഗവർണറോടുള്ള ആ ഒരു ആവശ്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.